നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് ഇഫക്റ്റ് ഓഫ് വൈൻഡിങ് അപ്പ് എന്ന ടോപ്പിക്കാണ്. ലാസ്റ്റ് 2 വീഡിയോയിൽ നമ്മൾ ടൈപ്സ് ഓഫ് വൈൻഡിങ് അപ്പ് ബൈ ട്രൈബ്യൂണലും അതോടൊപ്പം തന്നെ വോളണ്ടറി വൈൻഡിങ് അപ്പ് നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇഫക്റ്റ് ഓഫ് വൈൻഡിങ് അപ്പും അതോടൊപ്പം തന്നെ ഡിസൊല്യൂഷൻ ഓഫ് എ കമ്പനി, ഡിഫറൻസ് ബിറ്റ്വീൻ വൈൻഡിങ് അപ്പ് ആൻഡ് ഡിസൊല്യൂഷൻ എന്ന ടോപ്പിക്കും കൂടി നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആഫ്റ്റർ ദി വൈൻഡിങ് അപ്പ് ഓഫ് കമ്പനി, ദ വൈൻഡിങ് അപ്പ് ഗിവ് ആൻ എൻഡ് ടു ദി activities of the business of the company. Then after its winding up, the situations are discussed as the effect of company. അപ്പോൾ അതിൽ ഫസ്റ്റ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത് ക്യാരിയിങ് ദി ബിസിനസ് ആഫ്റ്റർ ദി ഡിസൊല്യൂഷൻ. In the case of voluntary winding up, the company ceases to carry its business except for the purpose of beneficial winding up of such a ബിസിനസ്. അതായത് ഒരു കമ്പനി വോളണ്ടറി വൈൻഡിങ് അപ്പിൻ്റെ കേസിൽ ആ കമ്പനിയുടെ ആക്ടിവിറ്റീസ് ക്ലോസ് ചെയ്തു. ചില കേസിൽ കമ്പനി എന്ത് ചെയ്യാം, അതിൻ്റെ ബെനഫിഷ്യൽ വൈൻഡിങ് അപ്പിന് വേണ്ടി ആഫ്റ്റർ ദിസ് വൈൻഡിങ് അപ്പ് ഓർഡറിന് ശേഷം കമ്പനി ദ ലിക്വിഡേറ്റർ മേ ക്യാരി ഇറ്റ്സ് ബിസിനസ് ഫോർ ഇറ്റ്സ് ബെനഫിഷ്യൽ വൈൻഡിങ് അപ്പ്. ലിക്വിഡേറ്റർക്ക് കമ്പനിയുടെ ബിസിനസ് ഒരു നിശ്ചിത പീരീഡിലേക്ക് നടത്തിക്കൊണ്ട് പോകാം, കമ്പനിയുടെ ബെനഫിഷ്യൽ വൈൻഡിങ് അപ്പിന് വേണ്ടി മാത്രം. അതർവൈസ് ദ ബിസിനസ് ഓഫ് ദ കമ്പനി സീസ് ടു എക്സിസ്റ്റ് ഇൻ കേസ് ഓഫ് വോളണ്ടറി വൈൻഡിങ് അപ്പ് ആൻഡ് ഇറ്റ് സ്റ്റിൽ മെയിൻറ്റെയിൻ ഇറ്റ്സ് കോർപ്പറേറ്റ് പേഴ്സണാലിറ്റി ആൻഡ് ഇറ്റ്സ് കോർപ്പറേറ്റ് പവർ അണ്ടിൽ ഇറ്റ് ഈസ് ഡിസോൾവ്ഡ്. അതായത് ഒരു കമ്പനി വൈൻഡ് അപ്പ് ചെയ്തു കഴിഞ്ഞാൽ അതിൻ്റെ കോർപ്പറേറ്റ് പേഴ്സണാലിറ്റി നിലനിൽക്കും അണ്ടിൽ ഇറ്റ് ഈസ് ഡിസോൾവ്ഡ്. അതായത് ദ വൈൻഡിങ് അപ്പ് ഇസ് ദ ഫസ്റ്റ് സ്റ്റേജ് ആൻഡ് ഡിസൊല്യൂഷൻ ഇസ് ദി സെക്കൻഡ് സ്റ്റേജ്. ഒരു കമ്പനി വൈൻഡ് അപ്പ് ചെയ്ത് കഴിഞ്ഞാൽ കമ്പനിയുടെ നെയിം അവിടെ ഉണ്ടാവും ടിൽ ഇറ്റ് ഈസ് ഡിസോൾവ്ഡ് ബൈ ദി ട്രൈബ്യൂണലാണ് ഒരു ഡിസൊല്യൂഷൻ ഓർഡർ ഇടുക. അപ്പോൾ ഒരു കമ്പനി അതിൻ്റെ വൈൻഡിങ് അപ്പ് പ്രൊസീഡിങ്സ് ഒക്കെ കഴിഞ്ഞാൽ അസറ്റ് റിലീസ് ചെയ്ത് ലാബിലിറ്റീസ് ഒക്കെ പേ ഓഫ് ചെയ്തു എങ്കിലും കമ്പനിയുടെ പേഴ്സണാലിറ്റി അവിടെ നിലനിൽക്കുന്നുണ്ട്. കമ്പനിയുടെ ഫുൾ ആയിട്ടും കമ്പനി സീസ് ചെയ്യപ്പെടണമെങ്കിൽ ആ കമ്പനിയുടെ ഡിസൊല്യൂഷൻ ഓർഡർ ട്രൈബ്യൂണൽ ഇടുന്നതിന് ശേഷം മാത്രമായിരിക്കും എന്ത് ചെയ്യുക, കമ്പനി സീസ്, അതായത് കമ്പനിയുടെ ടോട്ടൽ പേഴ്സണാലിറ്റി അവസാനിക്കുന്നത്. ഓക്കെ, രണ്ടാമത്തെ കേസ് പറയുന്നത് ഷെയർ ഹോൾഡേഴ്സ് ലാബിലിറ്റി. വി നോ ഷെയർ ഹോൾഡേഴ്സ് ലാബിലിറ്റി കേസ് നമുക്കറിയാം. ദി ഷെയർ ഹോൾഡേഴ്സ് ആർ ലയബിൾ ടു പേ ദ റിമൈനിങ് amount, unpaid amount on the shares held by the shareholders. Okay, the shareholders are liable to pay the face value of the shares for the purpose of winding up. The shareholders are described as the contributory means the persons who are liable to contribute towards the asset of the company at the time of it is being wound up. അതായത് കമ്പനി വൈൻഡ് അപ്പ് ചെയ്യുമ്പോൾ കമ്പനിയുടെ അസറ്റിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യപ്പെടാൻ ബാധ്യസ്ഥരായ എല്ലാവരെയാണ് എന്താ പറയുക, കോൺട്രിബ്യൂട്ടറി എന്ന് പറയുന്നത്. അപ്പോൾ ഷെയർ ഹോൾഡേഴ്സ് ആർ ഹിയർ നെയ്മഡ് ആസ് ദി കോൺട്രിബ്യൂട്ടറി. ദേ ആർ ലയബിൾ ടു പേ അൺപെയ്ഡ് എമൗണ്ട് ഓൺ ദി ഷെയർസ് ഹെൽഡ് ബൈ ദം അറ്റ് ദ ടൈം ഓഫ് ദി വൈൻഡിങ് അപ്പ് ഓഫ് ദി കമ്പനി. ഓക്കെ, ആൻഡ് തേർഡ് വൺ, discharging the liability after realizing the assets the company, the liquidator has to discharge the liability in the order of പേയ്മെൻറ്റ്. അതായത് കമ്പനി വൈൻഡ് അപ്പ് ചെയ്ത് കഴിയുമ്പോൾ ആഫ്റ്റർ ഇറ്റ്സ് റിയലൈസേഷൻ ഓഫ് അസറ്റ് റിലൈസ് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യണം, ലാബിലിറ്റീസ് ഒക്കെ പേ ഓഫ് ചെയ്യണം. ഈ ലാബിലിറ്റീസ് പേ ഓഫ് ചെയ്യുമ്പോൾ ഏത് ലാബിലിറ്റിയാണ് ആദ്യം പേ ഓഫ് ചെയ്യേണ്ടത്? അതായത് സം പ്രിഫറൻഷ്യൽ പേയ്മെൻറ്റ്സ് ആർ ദെയർ. അതായത് സം ലാബിലിറ്റീസ് ആർ ടു ബി പേ ഓഫ് ഇൻ പ്രയോറിറ്റി ടു അതർ ലാബിലിറ്റീസ്. ദാറ്റ് സച്ച് എ ലാബിലിറ്റീസ് നോൺ ആസ് ദി പ്രിഫറൻഷ്യൽ പേയ്മെൻറ്റ്സ്. അപ്പോൾ എന്ത് ചെയ്യുക, ആർക്കാണ് പ്രയോറിറ്റി ഉള്ളത് അവർക്കാണ് എന്താ പറയുക, പ്രിഫറൻഷ്യൽ പേയ്മെൻറ്റ്സ് എന്ന് പറയുക. അപ്പോൾ ആദ്യം പ്രയോറിറ്റി ഉള്ളവർക്ക് വേണം പേയ്മെൻറ്റ്സ് നടത്താൻ വേണ്ടി. അതപ്പോൾ കമ്പനീസ് ആക്റ്റിൽ സ്പെസിഫിക് ആയിട്ട് അതിനെക്കുറിച്ച് മെൻഷൻ ചെയ്യുന്നുണ്ട്. ആ ഓർഡറിൽ വേണം എന്ത് ചെയ്യാൻ, പേയ്മെൻറ്റ്സ് നടത്താൻ വേണ്ടിയിട്ട്. അപ്പം ബിഫോർ ഇറ്റ്സ് പേയ്മെൻറ്റ്സ് ടു അതേഴ്സ് ക്രെഡിറ്റേഴ്സ് ആസ് വെൽ ആസ് ദി പ്രിഫറൻഷ്യൽ ക്രെഡിറ്റേഴ്സ്, ദി കോസ്റ്റ് ഓഫ് വൈൻഡിങ് അപ്പ് ആസ് വെൽ ആസ് ദി ലിക്വിഡേറ്റേഴ്സ് റെമ്യൂണറേഷൻ ഈസ് ടു ബി പെയ്ഡ് ഫാസ്റ്റ്. അപ്പോൾ കോസ്റ്റ് ഓഫ് ലിക്വിഡേഷൻ, അതുപോലെ ലിക്വിഡേഷൻ എക്സ്പെൻസ്, കോസ്റ്റ് ഓഫ് ലിക്വിഡേഷൻ, അതുപോലെ ലിക്വിഡേറ്റേഴ്സ് റെമ്യൂണറേഷൻ, അങ്ങനെയുള്ള എക്സ്പെൻസ് ആണ് എന്ത് ചെയ്യേണ്ടത്, ആദ്യം പേ ഓഫ് ചെയ്യേണ്ടത്. അതിനുശേഷമാണ് പ്രിഫറൻഷ്യൽ ക്രെഡിറ്റേഴ്സ് വരിക. അതിനുശേഷമാണ് അതർ ലാബിലിറ്റീസ്
പേ ഓഫ് ചെയ്യാം. ആ ഓർഡറിൽ വേണം എന്ത് ചെയ്യാൻ, ഡിസ്ചാർജിങ് ഓഫ് ലയബിലിറ്റി ചെയ്യാൻ വേണ്ടിയിട്ട്. ആൻഡ് നെക്സ്റ്റ് വൺ, discharging the employees and officers. We know that after the winding up of the company, the officers and employees of the companies are ceased to exist. അല്ലെ, ഒരു കമ്പനി വൈൻഡ് അപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് അതിൻ്റെ എംപ്ലോയീസും ഓഫീസേഴ്സൊക്കെ എന്ത് ചെയ്യും, ഓട്ടോമാറ്റിക്കായിട്ടും കമ്പനിയിൽ നിന്ന് സീസ് ചെയ്യപ്പെടും. ഓക്കെ. ആൻഡ് നെക്സ്റ്റ് വൺ, ട്രാൻസ്ഫർ എക്സെട്ര ആഫ്റ്റർ ദി കമൻസ്മെൻറ്റ് ഓഫ് വൈൻഡിങ് അപ്പ് ഈസ് ടു ബി വോയിഡ്. അതായത് ദ ട്രാൻസ്ഫർ ഫേസ് are in the transfer phase after the winding up order is invalid. അതായത് കമ്പനിയുടെ വൈൻഡിങ് അപ്പ് ഓർഡറിന് ശേഷമുള്ള എനി ട്രാൻസ്ഫർ ഫേസ് മെയ്ഡ് വിത്തൗട്ട് ദി സാങ്ഷൻ ഓഫ് ദി ലിക്വിഡേറ്റർ ഈസ് ഇൻവാലിഡ്. അതേപോലെ തന്നെ ആൾട്രേഷൻ ഇൻ ദി സ്റ്റാറ്റസ് ഓഫ് ദി മെമ്പേഴ്സ് മെയ്ഡ് ആഫ്റ്റർ ദി കമൻസ്മെൻറ്റ് ഓഫ് ദി വൈൻഡിങ് അപ്പ് ഈസ് അവോയ്ഡ് ദാറ്റ് ഈസ് ഇൻവാലിഡ്. അതായത് മെമ്പർഷിപ്പ് അഡീഷണൽ ഷെയർസ് ഇഷ്യൂ ചെയ്യലോ, അതുപോലെ തന്നെ ഷെയർ കൺവേർട്ട് ചെയ്യലോ, സ്റ്റോക്കായിട്ട് ഷെയർ കൺവേർട്ട് ചെയ്യലോ, അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിലുള്ള ഡിവെഞ്ചേഴ്സിന് ഷെയർ ഇഷ്യൂ ചെയ്യൽ, ഏത് രീതിയിലുള്ള മെമ്പർഷിപ്പിലുള്ള ഏത് രീതിയിലുള്ള ചേഞ്ചസും ഇൻവാലിഡാണ് വിത്തൗട്ട് ദി പെർമിഷൻ ഓഫ് ദി ലിക്വിഡേറ്റർ. ആൻഡ് നെക്സ്റ്റ് വൺ, സ്റ്റേറ്റ്മെൻറ്റ് ദാറ്റ് ദ കമ്പനി ഈസ് ഇൻ ലിക്വിഡേഷൻ. അതായത് ഇഫ് എനി റൈറ്റിംഗ്സ് ഓഫ് ദ കമ്പനി, എവരി ഇൻവോയ്സ് ഓർ ഓർഡർ or any letters issued by the company on behalf of the company or a liquidator or a receiver or a manager in which the company's name appears must contains a statement that the company is being wound up. അതായത് കമ്പനി വൈൻഡിങ് അപ്പ് ഓർഡർ ഇഷ്യൂ ചെയ്തതിന് ശേഷം കമ്പനി ഇഷ്യൂ ചെയ്യുന്ന ഏതൊരു പേപ്പേഴ്സിലും ഈ ഒരു മാറ്റർ മെൻഷൻ ചെയ്തിട്ടുണ്ടാവണം. കമ്പനി വൈൻഡ് അപ്പ് ചെയ്യുകയാണെന്നുള്ളൊരു മാറ്റർ മെൻഷൻ ചെയ്തിട്ടുണ്ടാവണം. കമ്പനി ഈസ് ബീയിങ് wound up എന്ന രീതിയിലുള്ള ഒരു മാറ്റർ മെൻഷൻ ചെയ്തിട്ടുണ്ടാവണം. കമ്പനി ഇഷ്യൂ ചെയ്യുന്ന ഏത് ഓർഡറും ഇൻവോയ്സോ ലെറ്ററോ കമ്പനി അല്ലെങ്കിൽ ലിക്വിഡേറ്റർ അല്ലെങ്കിൽ റിസീവർ ഇഷ്യൂ ചെയ്യുന്ന ഏതൊരു ഡോക്യുമെൻറ്റിലും ഈ ഒരു മാറ്റർ മെൻഷൻ ചെയ്തിട്ടുണ്ടാവണം. ആൻഡ് സെവൻത് വൺ, പ്രൊസീഡിങ്സ് അഗൈൻസ്റ്റ് ദ കമ്പനി. വെൻ എ വൈൻഡിങ് അപ്പ് ഓർഡർ ഇസ് മെയ്ഡ് or an official liquidator has been appointed, no suit or legal proceedings can be commenced and no pending suits or legal proceedings continued against the company except with the permission of the tribunal. അതായത് കമ്പനി വൈൻഡിങ് അപ്പ് ഓർഡർ ഇഷ്യൂ ചെയ്ത് കഴിഞ്ഞ ശേഷം കമ്പനിക്കെതിരെയുള്ള ഏതൊരു ലീഗൽ പ്രൊസീഡിങ്സും ഓൺലി വിത്ത് ദി പെർമിഷൻ ഓഫ് ദി ട്രൈബ്യൂണൽ മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. ആൻഡ് കോസ്റ്റ് ഓഫ് വൈൻഡിങ് അപ്പ്, where the assets of the company are insufficient to satisfy the liabilities, the tribunal may make an order for the payment of the cost out of the assets including the cost of winding up as first priority. അതായത് നമുക്കറിയാം ഏതാണ് ചില കേസിൽ ഏതാണ് ഡെഫിഷ്യൻസി വരാം. അതായത് അസറ്റ് കുറവും ലാബിലിറ്റീസ് കൊടുത്തു തീർക്കാനുള്ള ലാബിലിറ്റീസ് കൂടുതലും ആവാം. അപ്പോൾ അങ്ങനെയുള്ള കേസുകൾ എന്ത് ചെയ്യാം, ട്രൈബ്യൂണൽ എന്ത് ചെയ്യാം, ഫസ്റ്റ് പ്രയോറിറ്റി ആയിട്ട് ഏത് തന്നെ പേ ഓഫ് ചെയ്യണം, കോസ്റ്റ് ഓഫ് ലിക്വിഡേഷനും ലിക്വിഡേറ്റേഴ്സ് റെമ്യൂണറേഷൻ ഉൾപ്പെടെയുള്ള കോസ്റ്റ് ഓഫ് എക്സ്പെൻസ് ഓഫ് ലിക്വിഡേഷൻ, കോസ്റ്റ് ഓഫ് ലിക്വിഡേഷനൊക്കെയാണ് ആദ്യം പേ ഓഫ് ചെയ്യേണ്ടത്. അതിനുള്ള ഓർഡർ ട്രൈബ്യൂണൽ ഇഷ്യൂ ചെയ്യും. ഓക്കെ. അപ്പോൾ ഇത്രയും പോയിൻറ്റ്സ് ഇഫക്റ്റ് ഓഫ് വൈൻഡിങ് അപ്പ് പ്രൊസീഡിങ്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കമ്പനിയിൽ വരുന്ന കാര്യങ്ങൾ, ഇഫക്റ്റ് ഓഫ് വൈൻഡിങ് അപ്പ് എന്ന രീതിയിൽ ഇത്രയും പോയിൻറ്റ്സ് ഓർമ്മിച്ച് വെക്കുക. ഓക്കെ. ഇതോടൊപ്പം തന്നെ ചേർത്ത് ഒരു ചെറിയൊരു ടോപ്പിക് കൂടി, ഡിസൊല്യൂഷൻ ഓഫ് എ കമ്പനി. അതായത് കമ്പനി വൈൻഡ് അപ്പ് ചെയ്ത് കഴിഞ്ഞാൽ, കമ്പനി വൈൻഡിങ് അപ്പ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്, കമ്പനിയുടെ അസറ്റ്, കമ്പനി അതിൻ്റെ ഫങ്ഷനിങ് സ്റ്റോപ്പ് ചെയ്തു, അതിൻ്റെ അസറ്റ് റിയലൈസ് ചെയ്ത് ലാബിലിറ്റീസ് പേ ഓഫ് ചെയ്തു. അപ്പോൾ കമ്പനിയുടെ നിയമപരമായിട്ട് കമ്പനിയുടെ ബിസിനസ് അവിടെ ക്ലോസ് ചെയ്തു. കമ്പനിയുടെ ബിസിനസ് ക്ലോസ് ചെയ്തതിന് ശേഷമാണ് എന്ത് ചെയ്യുക, കമ്പനി ക്ലോസ് ചെയ്യുന്നത്. ഓക്കെ. ഡിസൊല്യൂഷൻ മീൻസ് ദ സ്റ്റേജ് വെൻ ദ കമ്പനി സീസ് ടു exist. On dissolution, the existence of the company comes to an end. It is similar to the death of a living person. അല്ലേ, ഒരു വ്യക്തിയുടെ മരണം പോലെ തന്നെ എന്ത് ചെയ്യാം, ഇനി ആ വ്യക്തി ഇല്ല, അല്ലേ. അതേപോലെയാണ് കമ്പനിയുടെ ഡിസൊല്യൂഷൻ എന്ന് പറയുന്നത്. അപ്പോൾ പിന്നെ വൈൻഡിങ് അപ്പ് എന്നുകൊണ്ട് ഉദ്ദേശിച്ച് എന്താണ്, കമ്പനി അതിൻ്റെ പ്രവർത്തനങ്ങൾ നിയമപരമായി സ്റ്റോപ്പ് ചെയ്തു, അസറ്റ് റിലീസ് ചെയ്ത് ലാബിലിറ്റീസ് പേ ഓഫ് ചെയ്തു, കമ്പനി അതിൻ്റെ പ്രവർത്തനങ്ങളെല്ലാം അവസാനിപ്പിച്ചു. ഇതിനുശേഷം എന്ത് ചെയ്യുക, കമ്പനി പൂർണ്ണമായിട്ടും എന്ത് ചെയ്യുക, ഡിസോൾവ് ചെയ്യുന്നത് ആഫ്റ്റർ ദി ഡിസൊല്യൂഷൻ ഓർഡറാണ്. ഓക്കെ.
ആഫ്റ്റർ ദി ഡിസൊല്യൂഷൻ ഓഫ് ദി കമ്പനി, ഒരു കമ്പനി ഡിസോൾവ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ നിലവിലുള്ള പൊസിഷനാണ് പറയുന്നത്. എക്സിസ്റ്റൻസ് ഓഫ് ദ കമ്പനി എൻസ്. ദെൻ രണ്ടാമത്തെ കേസിൽ അത് പറയുന്നത് ബി, ദി എക്സിസ്റ്റൻസ് ഓഫ് ദി ലിക്വിഡേറ്റേഴ്സ് ഓഫ് ദ കമ്പനി ഓൾസോ എൻസ്. ദർ ഈസ് നോ മോർ റെക്കഗ്നിഷൻ ഓഫ് എനി ലോൺ. നോ വർക്ക് ക്യാൻ ബി ക്യാരിഡ് ഇൻ ദി നെയിം ഓഫ് ദി കമ്പനി. ഓക്കെ, അതായത് കമ്പനിയുടെ എല്ലാ പ്രവർത്തനങ്ങളും, ലിക്വിഡേറ്ററുടെ എല്ലാ പ്രവർത്തനങ്ങളും കമ്പനിയുടെ ഇവിടെ ഡിസൊല്യൂഷൻ ഓർഡറോടുകൂടി അവസാനിക്കും. ഓക്കെ, അപ്പോൾ കുറച്ചും കൂടെ പോയിന്റ് ക്ലിയർ ആകാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഡിഫറൻസ് ആയിട്ട് സെപ്പറേറ്റ് സ്പെസിഫൈ ചെയ്ത് പറയുന്നുണ്ട് ഇവിടെ. ഡിഫറൻസ് ബിറ്റ്വീൻ ഡിസൊല്യൂഷൻ ആൻഡ് വൈൻഡിങ് അപ്പ്. അപ്പോൾ വൈൻഡിങ് അപ്പ് ഡിസൊല്യൂഷൻ നമ്മൾ വ്യത്യാസം നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാവും. അപ്പോൾ അതിൻ്റെ ഫസ്റ്റ് പോയിന്റ് നോക്കിയേ. വൈൻഡിങ് അപ്പ് ഈസ് ദി ഫസ്റ്റ് സ്റ്റേജ് ഇൻ വിച്ച് assets are released, liabilities are paid off and surplus is distributed to shareholders. ഓക്കെ, അപ്പോൾ വൈൻഡിങ് അപ്പിൽ അസറ്റ് റിലീസ് ചെയ്ത് ലാബിലിറ്റീസ് പേ ഓഫ് ചെയ്യും. അതിനുശേഷം ഏതെങ്കിലും സർപ്ലസ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും? സർപ്ലസ് ഷെയർ ഹോൾഡേഴ്സിന് ഡിവൈഡ് ചെയ്യും. ഇൻ കേസ് ഓഫ് ഡിസൊല്യൂഷൻ ഈസ് ദ സെക്കൻഡ് സ്റ്റേജ് ഇൻ വിച്ച് ദ ലൈഫ് ഓഫ് ദ കമ്പനി ഈസ് ഫൈനലി എൻഡഡ്. അതായത് ഡിസൊല്യൂഷൻ എന്ന് പറയുന്നതാണ് ഒൺലി ആഫ്റ്റർ വൈൻഡിങ് അപ്പ് ആണ്. ഇൻ കേസ് ഓഫ് ഡിസൊല്യൂഷൻ ദി ലൈഫ് ഓഫ് ദി കമ്പനി ഈസ് ഫൈനലി എൻഡഡ്. രണ്ടാമത്തെ കേസ്, രണ്ടാമത്തെ ഡിഫറൻസ്, ലിക്വിഡേറ്റർ ക്യാരിഡ് ഔട്ട് ദ വൈൻഡിങ് അപ്പ് പ്രൊസീഡിങ്സ്. വൈൻഡിങ് അപ്പ് പ്രൊസീഡിങ്സ് നടത്തുന്ന ലിക്വിഡേറ്ററാണ്. ദി ഓർഡർ ഓഫ് ഡിസൊല്യൂഷൻ ക്യാൻ ബി ഇഷ്യൂഡ് ഓൺലി ബൈ ദി ട്രൈബ്യൂണൽ. ഡിസൊല്യൂഷൻ ഓർഡർ ഇഷ്യൂ ചെയ്യുന്നത് ട്രൈബ്യൂണലായിരിക്കും. ലിക്വിഡേഷൻ പ്രൊസീഡിങ്സ് നടത്തുന്നത് ലിക്വിഡേറ്റർ ആയിരിക്കും. ആൻഡ് തേർഡ് വൺ, ഇൻ ദി പ്രോസസ് ഓഫ് വൈൻഡിങ് അപ്പ് ദ ലിക്വിഡേറ്റേഴ്സ് റെപ്രസെൻറ്റ് ദി കമ്പനി. വൈൻഡിങ് അപ്പ് പ്രൊസീഡിങ്സ് അല്ലെ, ആഫ്റ്റർ ദി liquidator is appointed, the liquidator represent the company. ഓക്കെ, ലിക്വിഡേഷൻ പ്രൊസീഡിങ്സ് എന്താണ്? ലിക്വിഡേറ്റർ അപ്പോയിൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കമ്പനി റെപ്രസെൻറ്റ് ചെയ്യുന്ന ലിക്വിഡേറ്റർ ആയിരിക്കും പിന്നീട്. ഇൻ കേസ് ഓഫ് വൈൻഡിങ് അപ്പ് ഇൻ കേസ് ഓഫ് ഡിസൊല്യൂഷൻ ലിക്വിഡേറ്റർ സീസസ് ടു റെപ്രസെൻറ്റ് വെൻ ദി ഓർഡർ ഓഫ് ഡിസൊല്യൂഷൻ ഈസ് പാസ്ഡ്. അല്ലേ, വൈൻഡിങ് അപ്പ് പ്രൊസീഡിങ്സോട് കൂടി ലിക്വിഡേറ്ററുടെ ഫംഗ്ഷനിങ് കഴിഞ്ഞു. ഇനി ഏതാണ്? ഡിസൊല്യൂഷൻ്റെ കേസിൽ ഏതാണ്? ലിക്വിഡേറ്ററിൻ്റെ പൊസിഷൻ അവിടെ ഇല്ല. cease to exist in case of dissolution. And finally, order of the tribunal is not required. Winding up in the case tribunal order voluntary winding up ഉണ്ട് അല്ലേ, order of tribunal is not required, but in case of dissolution order of the tribunal is necessary. These are the points of difference between winding up and dissolution. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ രണ്ട് ടോപ്പിക്കാണ് പറഞ്ഞത്. ഒന്ന് ഇഫക്ട്സ് ഓഫ് വൈൻഡിങ് അപ്പ്, ഒരു വൈൻഡിങ് അപ്പ് പ്രൊസീഡിങ്സ് ബന്ധപ്പെട്ടുള്ള ഡിഫറെൻറ്റ് മാറ്റേഴ്സാണ് ഫസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. രണ്ടാമത്തെ കേസിൽ ഡിഫറൻസ് ബിറ്റ്വീൻ ഡിസൊല്യൂഷൻ ആൻഡ് വൈൻഡിങ് അപ്പ് ഓഫ് ദി കമ്പനി. ഓക്കെ.